ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായല്ലേ വ്ളോഗൊക്കെ ആയിട്ട് കണ്ടിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഡെയിലി വ്ളോഗാണ് കേട്ടോ ചെയ്യുന്നത്. ഒന്നുമില്ല, രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ. ഞാൻ പണിയൊക്കെ തുടങ്ങി കുറച്ചായപ്പോഴാണ് കേട്ടോ എനിക്ക് വീഡിയോ എടുക്കുക എന്നുള്ള ചിന്ത വന്നത്. അപ്പോഴാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ട് റെഡിയാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഉപ്പിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ ഒന്ന് വെട്ടിത്തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നോർമലി വറുത്ത അരിപ്പൊടിയാണ്. പുട്ടിന് വേണ്ടിയിട്ട് ഞാൻ എക്സ്ട്രാ പൊടിയൊന്നും മേടിക്കാറില്ല കേട്ടോ. നോർമലി നമ്മൾ വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, ഇടിയപ്പത്തിനും അപ്പത്തിനും പത്തിരിക്കും ഒക്കെ ഉപയോഗിക്കുന്ന ആ ഒരു അരിപ്പൊടി വെച്ച് തന്നെയാണ് ഞാൻ പുട്ടുണ്ടാക്കാറുള്ളത്. ഈ ഒരു രീതിയിൽ വാട്ടിയെടുത്തിട്ടാണ് കേട്ടോ പുട്ടുണ്ടാക്കുന്നത്. ഇങ്ങനെ വാട്ടിയെടുത്ത് പുട്ടുണ്ടാക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ ഈ പുട്ടിന്. അപ്പോൾ ഇതുപോലെ ഒന്നും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും ഇത്. വെള്ളം നല്ല രീതിയിൽ വെട്ടി തെളിച്ച് വരുന്ന സമയത്താണ് ഇതിലേക്ക് നമ്മൾ പുട്ടുപൊടി ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി, നോർമൽ വറുത്ത അരിപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഫ്ലെയിം ലോയിലാക്കി വെച്ചിട്ട് വേണം ബാക്കി നന്നായിട്ട് കട്ടയൊക്കെ ഉടച്ച് എടുക്കാനായിട്ട്. നമുക്ക് ആവശ്യമെങ്കിൽ കുറച്ച് അരിപ്പൊടി വീണ്ടും വീണ്ടും ചേർത്ത് കൊടുക്കാം. പക്ഷെ നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് ആ പൊടി ഒന്ന് കുക്കായി വരുന്ന രീതിയിൽ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ടൊന്നുമില്ല, ചൂടാറ്റാൻ വെക്കുക. ഒന്ന് ചൂടാറി വരുന്ന സമയത്ത് ചെറിയ ചൂടനെ മിക്സിയുടെ ജാറിൽ പൾസ് മോഡിലിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഒന്ന് കറക്കിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് പുട്ടിന്റെ പൊടി നല്ല കട്ടയില്ലാതെ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടും, വിട്ട് കിട്ടും. അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് പുട്ട് ചുടാൻ എളുപ്പമായിരിക്കും. പുട്ടുപൊടി വെച്ച് ഉണ്ടാക്കുന്ന പുട്ടിനേലും കുറച്ചുകൂടി സോഫ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു പൊടി, ഇങ്ങനെ ഈ ഒരു രീതിയിൽ വാട്ടി എടുത്ത പൊടി വെച്ചിട്ട് നമ്മൾ പുട്ട് ചുടുമ്പോഴാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് അറിയാൻ പറ്റും. പിന്നെ ഞാൻ ഇന്ന് കറി റെഡിയാക്കി എടുക്കുന്നത് വൻപയറാണ്. വൻപയർ ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുകയാണ്. അപ്പോൾ രാവിലെ ഹസ്ബൻഡിന് വേണ്ടി ഒരു ടീ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇത് നോർമൽ ടീ അല്ല കേട്ടോ, ഒരു ടർമറിക് ടീ ആണിത്. ഇത് ഭയങ്കര ഗുണങ്ങളുള്ള ഒരു ടീ ആണ് കേട്ടോ. രാവിലെ ഇത് കുടിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഹസ്ബൻഡ് ഇതാണ് കുടിക്കാറുള്ളത്. ഞാൻ നോർമലി കാപ്പിയാണ് കേട്ടോ കുടിക്കാറുള്ളത്. ഇത് കുടിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ ത്രോട്ട് ഇൻഫെക്ഷൻ, അതുപോലെ ജലദോഷം അങ്ങനെയൊക്കെ വരുന്നത് പെട്ടെന്ന് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ചെറിയൊരു സിംറ്റം കാണുമ്പോൾ തന്നെ ഇതുപോലൊരു ടീ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ നമുക്കത് ക്യൂറായിട്ട് വരും. പിന്നെ ഞാൻ പയറ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വെളുത്തുള്ളി, ഉള്ളി, ഉണക്കമുളക്, ഇഞ്ചി, കറിവേപ്പില ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. പയറ് കറി വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. വൻപയർ ഒരു കറിയാക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ചട്ടി അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്ത ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. വെളിച്ചെണ്ണ നല്ലോണം ഒന്ന് ചൂടായി വരണം. നല്ലോണം ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഉള്ളി മിക്സ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പുട്ട് പൊടി ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൾസ് മോഡിലിട്ട് കറക്കി എടുക്കുന്നുണ്ട്. ഇതാ ഇതുപോലെ കിട്ടും കേട്ടോ. നല്ലോണം കട്ടകൾ ഉടഞ്ഞു കിട്ടും. അപ്പൊ നമുക്ക് നല്ല സോഫ്റ്റ് പുട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഉള്ളി നന്നായിട്ട് വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഇനി ഇതിലേക്ക് ഒന്നുമില്ല, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ടാണ് വൻപയർ, മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്താണ് കേട്ടോ വൻപയർ വേവിച്ചിട്ടുള്ളത്. 2-3 പച്ചമുളകും ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച വൻപയർ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. അത്രേ ഉള്ളൂ. നല്ല സിമ്പിൾ ആയിട്ടുള്ള കറിയാണ്. എന്നാൽ വൻപയർ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പുട്ടിന്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് ഈ ഉള്ളി മുളകൊക്കെ ഇട്ട വൻപയറിന്റെ കറി. അടുത്തതായിട്ട് ഇനി പുട്ട് ചുടുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് പൾസ് മോഡിലിട്ട് കറക്കി എടുത്താൽ പുട്ടിന്റെ പൊടി നന്നായിട്ട് നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടും. ഒട്ടും കട്ടില്ലാതെ തന്നെ കിട്ടും കേട്ടോ. പുട്ടിന്റെ കുറ്റിയിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ പൊടിച്ചു വെച്ച ആ പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം.
നിങ്ങൾ ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല സിമ്പിളാണ്, എന്നാലോ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് പുട്ട്. നമ്മൾ ഈ ഒരു രീതിയിൽ ഒരു തവണ ഉണ്ടാക്കിയ പിന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്നത് ഈ ഒരു രീതിയിലുള്ള പുട്ട് മാത്രമായിരിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കും. ഞാൻ മുമ്പ് പുട്ടുപൊടി മേടിച്ചിട്ടായിരുന്നു പുട്ട് ചുട്ടിരുന്നത് മുമ്പൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇതുപോലെ എക്സ്ട്രാ പൊടി മേടിക്കാതെ ഈ വറുത്ത അരിപ്പൊടി മേടിച്ചിട്ട് അതുപോലെ ഈ ഒരു രീതിയിൽ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പുട്ടാണ്. നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കഴിക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. ഇന്ന് കുട്ടികൾക്ക് മദ്രസ ഉള്ള ദിവസമാണ്, അപ്പോൾ അവർക്ക് സ്നാക്സ് കൊടുത്തു വിടണം. അപ്പോൾ അത് ബോക്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ റെഡി ആവുന്നുണ്ട്. അവർ റെഡിയായി വരുമ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് നേരത്തെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ആ പുട്ടൊക്കെ റെഡിയാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കറി നമ്മുടെ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. കറി ഞാൻ ഓൾറെഡി ഡൈനിങ് ടേബിളിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പുട്ടും കൂടി ഡൈനിങ് ടേബിളിലേക്ക് വെക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു കാസറോളിലേക്ക് മാറ്റിയ ശേഷം പുട്ട് ഡൈനിങ് ടേബിളിലേക്ക് വെക്കാൻ പോവാണ് കേട്ടോ. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞ് പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു കാപ്പി കുടിക്കുന്നുണ്ടേ. ഞാൻ രാവിലെ എപ്പോഴും കാപ്പിയാണ് കേട്ടോ കുടിക്കാറുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഹെൽത്തി ആയിട്ടുള്ള ടീ ഒക്കെ ഒന്ന് പരീക്ഷിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് കുടിക്കാറുണ്ട്. പക്ഷെ എനിക്ക് കാപ്പി ഭയങ്കര എന്താ പറയാ അഡിക്റ്റ് ആയ പോലെയാണ് കേട്ടോ. എനിക്ക് രാവിലെ ഒരു കാപ്പി കുടിച്ചില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ കാപ്പിയാണ് കുടിക്കാറുള്ളത്. ഇതിപ്പോ അരി തിളപ്പിച്ച് ഇറക്കി വെക്കുന്നതാണ് ചോറിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ആ ഒരു ടൈം ആകുമ്പോഴേക്കും ഒരു 2 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും അതിലിരുന്ന് വെന്തോളും. അപ്പോൾ ആ സമയത്ത് ചോറ് വടിച്ചെടുത്താൽ മതി. പിന്നെ ഇന്നിപ്പോൾ ഉണ്ടാക്കുന്നത് സാമ്പാറും അതുപോലെ അവിയലാണ് കേട്ടോ. അപ്പോൾ സാമ്പാറിന് വേണ്ട പരിപ്പ് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, വെളുത്തുള്ളി, ചെറിയുള്ളി എന്നിവ ചേർത്ത് വെള്ളവും ചേർത്ത് കുക്കറിൽ ഒന്ന് വിസിലടിപ്പിക്കാൻ വെക്കാം. 2-3 വിസിലടിക്കുമ്പോൾ തന്നെ പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി അടുത്തതായിട്ട് അവിയലിനുള്ള കഷ്ണങ്ങളാണ് എടുക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സാമ്പാറും അവിയലും ഒരു മീൻ വറുത്തതും, അതാണ് കേട്ടോ ഇന്ന് നമ്മുടെ ലഞ്ചിന് റെഡിയാക്കി എടുക്കുന്നത്. പച്ചമുളക്, എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിന് പുളിക്ക് ഞാൻ തൈര് ചേർത്ത് കൊടുക്കുന്നില്ല, പകരം ഞാൻ പച്ചമാങ്ങയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതാ കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. തൈരാണെങ്കിൽ നമ്മൾ കുക്ക് ചെയ്ത ശേഷമാണല്ലോ തൈരൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. മാങ്ങ ആയതുകൊണ്ട് നേരത്തെ തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുളിക്ക് ആവശ്യത്തിന് മാങ്ങ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും ചേർത്ത് മഞ്ഞളും ചേർത്ത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം വളരെ കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പോളം വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അടുപ്പിൽ വെക്കാം. ഒന്ന് അടച്ച് വെച്ച് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് കുക്കായി കിട്ടുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അത്രയേ ഉള്ളൂ പരിപാടി. വളരെ സിമ്പിളായിട്ട് നമുക്ക് അവിയൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ, അത് പറയാൻ ഞാൻ വിട്ടുപോയതാണേ. അപ്പോൾ ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അടുപ്പിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ. പിന്നീടാണ് നമ്മൾ ഇതിലേക്ക് അരപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അവിയലിൻ്റെ കഷ്ണങ്ങൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ സാമ്പാറിൻ്റെ പരിപ്പ് വെന്ത് കഴിഞ്ഞ ശേഷം അതിലേക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. ആ വിസിലൊന്ന് പോയി കിട്ടിയ സമയത്ത് ഇതിലേക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സാമ്പാർ കഷ്ണങ്ങൾ കഴുകി വൃത്തിയാക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഉപയോഗിക്കുന്നത് സാമ്പാർ പൊടിയാണ് കേട്ടോ. സാമ്പാർ പൗഡർ ഉണ്ടല്ലോ, അതാണ് ഉപയോഗിക്കുന്നത്. അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ വാളംപുളി പിഴിഞ്ഞ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം കുക്കറിന് മൂടി ഒന്ന് ക്ലോസ് ചെയ്ത്
ഒരു വിസിൽ, ഒറ്റൊരു വിസിൽ വന്നാൽ മതി കേട്ടോ. ഈ കഷ്ണങ്ങളെല്ലാം കുക്കായി കിട്ടും. എന്നിട്ട് താളിച്ചെടുത്താൽ മതി. ഇങ്ങനെയാണ് കേട്ടോ ഞാൻ എളുപ്പത്തിൽ സാമ്പാർ വയ്ക്കുന്നത്. കുറെ ദിവസം മീനൊക്കെ കൂട്ടി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ പച്ചക്കറികൾ കൂട്ടി കഴിക്കാൻ ഒരു ആഗ്രഹമായിരിക്കും അല്ലെ. അപ്പോൾ അതുപോലെ ഒരു ആഗ്രഹത്തിനാണ് കേട്ടോ ഞാൻ സാമ്പാറും അവിയലും ഒക്കെ തയ്യാറാക്കുന്നത്. അവിയലിന് വേണ്ട അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വെളുത്തുള്ളി, നല്ല ജീരകം, പച്ചമുളക് എന്നിവ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. എന്നിട്ട് അവിയലിന്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ചൂടായി വരണം കേട്ടോ. നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ വെളിച്ചെണ്ണ വെറുതെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്ത് വെക്കാം. ഇതപ്പം തന്നെ മിക്സ് ചെയ്തെടുക്കണ്ട കേട്ടോ. വെളിച്ചെണ്ണ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ അവിയലിന് ചേർത്ത് കൊടുക്കണം. നല്ല ടേസ്റ്റ് കിട്ടുന്നത്. എന്നിട്ട് കവർ ചെയ്ത് വെച്ചേക്കാം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, അതിന്റെ ആ ഒരു ചൂടൊക്കെ ഒന്ന് സെറ്റായി വരുന്ന ആ സമയത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ ഭാഗത്തും ആ വെളിച്ചെണ്ണ എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇത്ര സിമ്പിൾ ആണ് നമുക്ക് അവിയൽ ഉണ്ടാക്കാനും. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പക്ഷെ ഈ മാങ്ങയൊക്കെ ഇട്ട് അവിയൽ ഉണ്ടാക്കുമ്പോ. ഇനി നമുക്ക് സാമ്പാർ ഒന്ന് താളിച്ചെടുക്കണം. കടുക് പൊട്ടിച്ച്, ഉലുവയും കടുകും പൊട്ടിച്ച്, പിന്നെ ഉണക്കമുളക് അതിലേക്ക് ചേർത്ത് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ താളിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മീൻ വറുത്തെടുക്കുന്നുണ്ടേ. മീൻ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വറുത്തെടുക്കുന്നതാണ്. ഇങ്ങനെ നല്ല രസമാണല്ലേ സാമ്പാറും അവിയലും ഒരു മീൻ വറുത്തതൊക്കെ കൂട്ടി ചോറിനാനായിട്ട്. പിലോപ്പിയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അരി നന്നായിട്ട് തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ 2 മണിക്കൂർ ആകുമ്പോഴേക്കും അത് നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. അപ്പോൾ 2 മണിക്കൂർ ആയപ്പോഴേക്കും ഞാനിത് ചോറ് ഒന്ന് വാർത്തെടുക്കുന്നുണ്ടേ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങള്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. പിന്നെ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയും നല്ല വീഡിയോസ് ആയിട്ട് വരാം. Thank you for watching.